ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും യുകെയിലേക്ക് പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യയുടെ വിമാനം പറന്നുയർന്ന് 5 മിനിറ്റുകൾക്കകം തകർന്നു വീഴുന്ന ഏറ്റവും ദാരുണമായ കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം കേടുപാടുകളെക്കുറിച്ച്, സാങ്കേതിക തകരാറുകളെക്കുറിച്ച് പലപ്പോഴായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കോഴിക്കോട്ടെയും മംഗലാപുരത്തെയും വിമാനാപകടങ്ങൾ നാം മറന്നിട്ടില്ല. ഇപ്പോഴിതാ അഹമ്മദാബാദിൽ നിന്ന് യുകെയിലേക്ക് പോകുന്ന വിമാനവും തകർന്നു വീണിരിക്കുന്നു. ആ വിമാനത്തിൽ മണിക്കൂറുകൾക്ക് മുമ്പ് യാത്ര ചെയ്ത യാത്രക്കാരൻ എടുത്ത വീഡിയോ എന്ന നിലയിൽ ഇപ്പോൾ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ പ്രകാരം ആ വിമാനത്തിന് സാങ്കേതികമായ ചില തകരാറുകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായ ഒരു യാത്രയായിരുന്നില്ല അദ്ദേഹത്തിന് അനുഭവപ്പെട്ടതെന്നാണ് അദ്ദേഹം ട്വിറ്ററിലൂടെ വ്യക്തമാക്കുന്നത്. ഈ നിലയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് സംഭവിക്കുന്ന സാങ്കേതിക തകരാറുകളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ഞാനടക്കമുള്ള ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, ഗൾഫ് രാഷ്ട്രങ്ങളിൽ GCCയിൽ പ്രവാസികളായിട്ടുള്ള ആളുകൾ പറയാറുണ്ട്, എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ മംഗലാപുരത്തും കോഴിക്കോടും GCCയിൽ നിന്ന്, ഗൾഫ് നാടിൽ നിന്ന് പോയ വിമാനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പലപ്പോഴും സാങ്കേതിക തകരാറ് മൂലം പല വിമാനങ്ങളും വിമാനത്താവളങ്ങളിൽ മണിക്കൂറുകൾ, ദിവസങ്ങളൊക്കെ യാത്ര വൈകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ യാത്രക്കാർക്ക് നിരവധി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ നിലയിലൊക്കെ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു വിമാനമാണ്. അന്നെല്ലാം പ്രവാസികൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എയർ ഇന്ത്യ പലപ്പോഴും ഗൾഫ് സെക്ടറിലേക്ക് മോശം വിമാനങ്ങൾ അയക്കുന്നു, UK ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മറ്റും നല്ല വിമാനങ്ങൾ, പുതിയ വിമാനങ്ങൾ ഓടിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ആ ഒരു വിമർശനം ഇപ്പോൾ ഇവിടെ സാധുവല്ലാതിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഹമ്മദാബാദിൽ നിന്നും UKയിലേക്ക് പോകുന്ന വിമാനമാണ് സാങ്കേതിക തകരാറ് മൂലം എന്ന് അനുമാനിക്കാവുന്ന ഒരു ടേക്ക് ഓഫ് നടന്ന് വെറും 5 മിനിറ്റിനകത്ത് തകർന്നു വീണിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പൊതുവെ പ്രവാസികളായിട്ടുള്ള ഗൾഫ് പ്രവാസികൾ പലപ്പോഴും പറയുന്ന, എയർ ഇന്ത്യ എക്സ്പ്രസ് ഗൾഫ് സെക്ടറുകളിലേക്ക് മോശം വിമാനം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ എയർ ഇന്ത്യ മോശം വിമാനം ഗൾഫ് സെക്ടറുകളിൽ ഓടിക്കുന്നു, നല്ല വിമാനങ്ങൾ, പുതിയ വിമാനങ്ങൾ UKയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്ന വാദം ഇവിടെ യഥാർത്ഥത്തിൽ ഇല്ലാതാവുകയാണ്. കാരണം ഇപ്പോൾ യൂറോപ്യൻ രാജ്യത്തിലേക്ക് പോകുന്ന ഒരു വിമാനത്തിന് തന്നെ അത്തരത്തിൽ ഒരു പരാതി, അത്തരത്തിലൊരു വലിയ സാങ്കേതിക തകരാറുണ്ടായി. ഈ നിലയിൽ തകർന്നു വീണ ആ വിമാനത്തിൽ യാത്ര ചെയ്ത മുഴുവൻ യാത്രക്കാരും മരിച്ചിരിക്കുന്നു. അതിൽ മലയാളികളുണ്ട്. മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ UK പൗരന്മാർ ഉൾപ്പെടെ ഏകദേശം 56ഓളം, ഏകദേശം 60-ന് മുകളിൽ വിദേശ പൗരന്മാർ തന്നെ ആ വിമാനത്തിൽ യാത്ര ചെയ്തെന്ന് പറഞ്ഞു. എന്തായാലും ലോകത്തെ സംബന്ധിച്ചിടത്തോളം, സിവിൽ വ്യോമയാന രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുരന്തപൂർവമായ, ഞെട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തെ ജനങ്ങളും ലോകവും തന്നെ ഇക്കാര്യത്തിൽ വലിയ ഞെട്ടലോടുകൂടിയാണ് ഈ വിമാനാപകടത്തെ കാണുന്നത്. നമുക്കറിയാം, ഓരോ വിമാനാപകടങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മളതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും മറ്റൊക്കെ ചർച്ച ചെയ്യെങ്കിലും ആ യാത്ര ചെയ്ത യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ സ്വപ്നങ്ങളും മോഹങ്ങളുമായി UKയിലേക്കും മറ്റു വിദേശ രാജ്യങ്ങളിലേക്കും പറന്നിരുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്തിരുന്ന ആ മനുഷ്യർക്ക് മിനിറ്റുകൾക്കകം ജീവൻ നഷ്ടമായിരിക്കുന്നു. അത് ദാരുണമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. അത് വിമാനയാത്ര നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പേടിപ്പെടുത്തുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വിമാനയാത്രകൾ നിരന്തരമായി നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഏറ്റവും സുരക്ഷിതമായ ഒരു യാത്ര എന്ന നിലയിലാണ് വിമാനയാത്രകളെ കാണുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ ഇതുപോലെ ചിലപ്പോഴൊക്കെ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഭയപ്പെടുത്തുന്നതും ഞെട്ടുന്നതുമാണ്. ഈ ഘട്ടത്തിൽ ആ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്ക് ക്ഷമയും ഉണ്ടാവാൻ വേണ്ടി അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു.